അപ്പോൾ ഈ രണ്ട് വളം തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ MOP മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്യം വെച്ചാൽ പൊട്ടാസ്യത്തിൻ്റെ ഒരു നേർവളമാണ് MOP എന്ന് പറഞ്ഞിട്ടുള്ളത്. വെച്ചാൽ പൊട്ടാസ്യം മാത്രം അടങ്ങിയിട്ടുള്ള ഒരു വളം. ഹായ് നമസ്കാരം, ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനെന്ത് പറയാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ കുറച്ച് പേര് എന്നോട് ഇങ്ങനെ ഡൗട്ട് ചോദിച്ചിരുന്നത് വെച്ചാൽ നമ്മൾ SOP ഫെർട്ടിലൈസറോ അതേപോലെ MOP ഫെർട്ടിലൈസർ ഇത് തമ്മിലുള്ള വ്യത്യാസം, ഇത് ഉപയോഗിക്കേണ്ട എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ട് അവർക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ SOP അതേപോലെ MOP. SOP എന്ന് പറഞ്ഞാൽ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യം ആണ്. അയച്ചാൽ നമ്മുടെ പ്രധാന മൂലകമായിട്ടുള്ള പൊട്ടാസ്യമാണ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്. അതേപോലെ നമ്മളെ സെക്കൻഡറി എലമെൻറ്റ്സ് ആയിട്ടുള്ള സൾഫറും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് രാസവളമാണ്, നമുക്ക് ഫോളിയറായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു വളം കൂടിയാണ്. സോയിൽ ആപ്ലിക്കേഷൻ വഴി നമ്മൾ കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഏത് ടൈമിലാണ് നമ്മൾ കൊടുക്കുക? ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെടികളെ വളർച്ചാ ഘട്ടങ്ങളിൽ പ്രധാനമായിട്ടും കിട്ടേണ്ട മൂലകങ്ങളാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഈ NPKയിൽ K അല്ലേ പൊട്ടാസ്യം, പിന്നെ SOPയിൽ P അല്ലേ വരുന്നത് എന്നുള്ളത്. സംഭവം ശരി തന്നെയാണ്. കാരണം NPKയിൽ P ഫോസ്ഫറസ് ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് K പൊട്ടാസ്യം എന്നുള്ളത് കൊടുക്കുന്നത്. വെച്ചാൽ കാലിയോ, ലാറ്റിൻ നെയിമാണ് കാലിയോ എന്നുള്ളത്. പക്ഷേ SOPയിൽ ഫോസ്ഫറസ് ഇല്ലാത്തതിനെ കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യം SOP എന്നുള്ളത് കൊടുക്കുന്നത്. അതേപോലെ MOP എന്ന് പറഞ്ഞാൽ മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്യം അതാണ്. അപ്പോൾ ഈ രണ്ട് വളം തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ MOP മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്യം വെച്ചാൽ പൊട്ടാസ്യത്തിൻ്റെ ഒരു നേർവളമാണ് MOP എന്ന് പറഞ്ഞിട്ടുള്ളത്. വെച്ചാൽ പൊട്ടാസ്യം മാത്രം അടങ്ങിയിട്ടുള്ള ഒരു വളമാണത്. അപ്പോൾ ഇപ്പോൾ ചെടികൾക്ക് പൊട്ടാസ്യം കൂടുതലായിട്ട് ആവശ്യമുള്ള ടൈമിൽ നമ്മളിപ്പോൾ മണ്ണിൽ രാസവളം കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ MOP വളം നമുക്ക് ഇട്ട് കൊടുക്കാം. കാരണം MOP എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോളിയർ വഴി കൊടുക്കുന്നതല്ല, സോയിൽ ആപ്ലിക്കേഷൻ വഴി കൊടുക്കുന്ന രാസവളമാണ്. അത് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. പലരും എന്നോട് ചോദിക്കും ഞാൻ MOP കലക്കിയിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ MOP ഫോളിയർ വഴി കൊടുക്കുന്നതല്ല, മണ്ണിൽ കൊടുക്കുന്നതാണ്. പക്ഷേ SOP ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മണ്ണിലും കൊടുക്കാം, ഫോളിയർ വഴിയും കൊടുക്കാം. പക്ഷേ മണ്ണിൽ കൊടുക്കാൻ ഞാൻ എല്ലാവരോടും പറയുന്നില്ല. മണ്ണിൽ രാസവളം കൊടുക്കുന്നവരാണെങ്കിൽ മാത്രം അത് കൊടുത്താൽ മതി. ഇനി ഈ വളങ്ങളൊക്കെ എപ്പോഴാണ് നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ടത്? ഇപ്പോൾ ചെടികൾ ആദ്യഘട്ട വളർച്ചകൾ ഉണ്ടാവുമല്ലോ. ആദ്യഘട്ട വളർച്ചകളിലൊക്കെ നമ്മൾ NPK വളം വെച്ചാൽ രാസവളം നമ്മൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ NPK തന്നെ കൊടുത്താൽ മതി. അതിൽ ഈക്വൽ ഷെയറിൽ ഇപ്പോൾ NPK 19 ആണെന്നുണ്ടെങ്കിൽ അതിൽ നൈട്രജൻ 19, ഫോസ്ഫറസ് 19, പൊട്ടാസ്യം 19 ഈക്വൽ ഷെയറിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെടികൾ ആദ്യഘട്ട വളർച്ചകളിൽ നമ്മൾ രാസവളം കൊടുക്കുമ്പോൾ അത് മാത്രം കൊടുത്തു പോയാൽ മതി. നമ്മൾ SOP ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതേ സ്ഥാനത്ത് നമ്മൾ ഒരു പൂത്ത് കായ് ആവുന്ന ആ ഒരു സ്റ്റേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് SOP കൊടുക്കാം. ഉദാഹരണത്തിന് നമ്മൾ പൂവിട്ട് കായ് അയക്കുന്ന ടൈമിൽ പൊട്ടാസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി നല്ല രീതിയിൽ ചെടിയിൽ കാണിക്കും. ആ ഒരു സമയത്ത് നമുക്ക് SOP ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി മണ്ണിൽ രാസവളം കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് MOP മണ്ണിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ എത്ര അളവിലാണ് എടുക്കേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഫോളിയറായി കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ 2 to 5 ഗ്രാം വരെ SOP വളം നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. വെച്ചാൽ ഒരു അത്യാവശ്യം വലിയ നല്ല പൊട്ടാസ്യത്തിൻ്റെ കുറവ് നമുക്ക് ഉണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 ഗ്രാം കൊടുക്കാം, അത്യാവശ്യം വലിയ ചെടികളാണെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ 2 ഗ്രാമൊക്കെ എടുത്താൽ മതി, കൂടുതലായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമ്മൾ MOP വളം നമ്മൾ മണ്ണിൽ കൊടുക്കണമല്ലോ MOP. അപ്പോൾ MOP വളമാണ് നമ്മൾ കൊടുക്കുക, മണ്ണിൽ കൊടുക്കുക വെച്ചാൽ നമുക്കൊരു 2 സ്പൂൺ, ചെറിയ സ്പൂൺ ഉണ്ടല്ലോ, അത് ഒരു 10 ഗ്രാമിൻ്റെ അടുത്തൊക്കെ നമുക്ക് കൊടുത്താൽ മതി. അതിൽ കൂടുതലായിട്ട് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ വെള്ളം കൊടുക്കണം കേട്ടോ. മണ്ണിൽ ഈർപ്പം നിലനിർത്തണം. രാസവളം മണ്ണ് കൊടുക്കുന്നവരാണെങ്കിൽ മാത്രം മണ്ണിൽ കൊടുത്താൽ മതി, അല്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ചെടികൾ ആദ്യഘട്ട വളർച്ചകളിലൊക്കെ അനാവശ്യമായിട്ട് ഇത് കൊടുക്കുന്നവരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എന്നോട് പലരും ചോദിക്കുന്നുണ്ട് ഞാൻ SOP ഇങ്ങനെ 10 ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. കാരണം യൂട്യൂബർമാർ പല രീതിയിൽ വീഡിയോ ചെയ്യും. അവരിത് എല്ലാവരും നിങ്ങളുടെ വീട്ടിലുള്ള ചെടീൻ്റെ പ്രായം എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ പൊട്ടാസ്യം ചെടിക്ക് ആവശ്യം കൂടുതലുള്ള ആ സമയത്ത് മാത്രം നമ്മളിത് കൊടുത്താൽ മതി. അല്ലാത്ത സമയം നമ്മൾ ഈക്വൽ ഷെയറിൽ തന്നെയുള്ള നമ്മൾ കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ മണ്ണിൽ ജൈവ രൂപത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കുമല്ലോ. ഇപ്പോൾ മീല് വാങ്ങിയിട്ട് ഇട്ട് കൊടുക്കും. അതേപോലെ തന്നെ വീട്ടിൽ കമ്പോസ്റ്റ് വളങ്ങൾ വാങ്ങിയിട്ട് ഇട്ട് കൊടുക്കും. മറ്റ് ചാണകപ്പൊടി ഇതെല്ലാം കൂടെയൊക്കെ സ്ലറികളാക്കിയിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇതിലൊക്കെ NPK ഈക്വൽ ഷെയറിൽ അടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ നൈട്രജൻ ആയിരിക്കും മുൻതൂക്കം ഉണ്ട് എന്നുണ്ടെങ്കിലും ഫോസ്ഫറസും പൊട്ടാസ്യം ഒക്കെ അതിൽ അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചെടിക്ക് ആവശ്യമുള്ള ആദ്യഘട്ടങ്ങളിൽ ചെടിക്ക് ആവശ്യമുള്ള പൊട്ടാസ്യം ഒക്കെ ആ ലെവലിൽ കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊന്നല്ലാതെ ചില പൊട്ടാസ്യം ചെടിക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണ്, നമ്മളിപ്പോൾ പൊട്ടാസ്യം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജൈവ രൂപത്തിൽ കൊടുക്കാൻ എന്താ ഓപ്ഷൻ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഈ SOP MOP ഒക്കെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് ജൈവ രൂപത്തിലേക്ക് നമ്മൾ കൊടുക്കാമെന്നാണ്. അപ്പോൾ വീട്ടിലൊക്കെ ചാരം ഉണ്ടാവുമല്ലോ, അയച്ചാൽ വീട്ടിലില്ലെങ്കിൽ തൊട്ടടുത്ത പറമ്പിൽ അവിടെയൊക്കെ വിറകുണ്ടെങ്കിൽ നമുക്ക് കത്തിച്ചിട്ട് ചാരം ആക്കാൻ പറ്റും. അപ്പോൾ ഈ ചാരം ചൂടാറിയതിന് ശേഷം ചാരം കമ്പോസ്റ്റ് ആക്കിയിട്ട് നമുക്ക് വെക്കാം. ഈ കമ്പോസ്റ്റ് ആക്കലും മല വരയ്ക്കുന്ന പണിയൊന്നുമല്ല കേട്ടോ.
പക്ഷേ ചാരം ഒന്ന് വിരിച്ചിടുക, അതിൻ്റെ കൂടെ തന്നെ മേൽമണ്ണ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മണ്ണും കൂടി അതിൽ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടൊന്ന് നനച്ച് പുട്ടുപൊടിൻ്റെ പാകത്തിലൊരു ഈർപ്പത്തിൽ നമ്മളൊരു ചാക്കിലോ അല്ലെങ്കിൽ തണുള്ള സ്ഥലത്ത് നനഞ്ഞ ചാക്ക് കൊണ്ട് മൂടിയിട്ടോ അങ്ങനെ വെക്കുക. അതൊരു 45 ദിവസം ഒരു 2 മാസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ താനെ ഓട്ടോമാറ്റിക് അയച്ചാൽ ഈർപ്പം നല്ല നിൽക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കണം അതിൽ ആ പുട്ടുപൊടിൻ്റെ ഒരു ഈർപ്പം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പോകാൻ വെച്ചാൽ നമുക്കത് കമ്പോസ്റ്റ് ആക്കി എടുക്കാൻ പറ്റും. ആ കമ്പോസ്റ്റ് നമുക്ക് ചെടികളുടെ ചുവട്ടിൽ പൊട്ടാസ്യം ആവശ്യമുള്ള ടൈമിൽ നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ചാരം കമ്പോസ്റ്റ് ആക്കി നമ്മൾ ഇട്ട് കൊടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജൈവ രൂപത്തിലുള്ള ബയോ പൊട്ടാസ്യം ഒക്കെ നമുക്ക് വളക്കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടി കിട്ടുമല്ലോ. ബയോ പൊട്ടാസ്യം വാങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളെ കോഴിവളം ഉണ്ടല്ലോ, ഈ കോഴിവളത്തിൽ NPK കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതിൽ പൊട്ടാസ്യമാണ് ലേശം കൂടുതലുള്ളത്. അപ്പം നമുക്ക് കോഴിവളം നമുക്കത് പൊട്ടാസ്യം ചെടിക്ക് കൂടുതൽ ആവശ്യമുള്ള സമയത്ത് നമുക്ക് കോഴിവളം നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പക്ഷേ ഇതൊക്കെ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ചാരം ഇട്ട് കൊടുത്താലും അതേപോലെ ബയോ പൊട്ടാസ്യം ഇട്ട് കൊടുത്താലും കോഴിവളം ഇട്ട് കൊടുത്താലും ചെടിക്ക് ആ സ്പോട്ടിൽ തന്നെ ആ പൊട്ടാസ്യം, ഇപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കാണിക്കുക. ഇപ്പോൾ റംബൂട്ടാനിലൊക്കെ കൂടുതൽ കാണിക്കലുണ്ട്. എല്ലാവരും പറയാം റംബൂട്ടാൻ്റെ ഇല ഫുള്ള് ഒരു ഉണങ്ങിയ പോലെ ആയിട്ട് വരുന്നത് പൊട്ടാസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോഴാണ് അങ്ങനെ കൂടുതൽ കാണിക്കുക. ബോറോണിൻ്റെ ഡെഫിഷ്യൻസിയിലും വരും കേട്ടോ. പക്ഷേ ആ ചൂടുകാലത്ത് അവസാന ടൈമിലൊക്കെ വരുന്ന കൂടുതലും പൊട്ടാസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ജൈവ രൂപത്തിൽ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ അതിൻ്റെ ഗുണം പെട്ടെന്ന് തന്നെ കിട്ടിക്കൊള്ളണം എന്നില്ല. കാരണം സ്ലോ ആയിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മുൻകരുതലായിട്ട് ജൈവം കൊടുക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് SOP സ്പ്രേ ചെയ്ത് കൊടുക്കാം. അയച്ച SOP എടുക്കുക, ഒരു 5 ഗ്രാം എടുക്കുക, 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് രാവിലെ ഒരു 7 മണി സമയങ്ങളിൽ ഒരു 10 ദിവസത്തെ ഗ്യാപ്പിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു ടൈമിൽ ഇപ്പോൾ നിങ്ങളെ വീട്ടിലുള്ള ഏതെങ്കിലും ഫ്രൂട്ട് പ്ലാന്റ് പൂവിട്ടിട്ട് ആ പൂവൊന്ന് കായ് ആവുന്ന ടൈമിൽ മുതൽ നിങ്ങൾക്ക് SOP കൊടുക്കാം. SOP ഇതേ അളവിൽ എടുത്താൽ മതി. 2 ഗ്രാം അല്ലെങ്കിൽ 5 ഗ്രാം ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ലെവലിൽ എടുത്താൽ 5 ഗ്രാമിൽ കൂടുതൽ ഉണ്ടാ ഒരു കാരണവശാലും ഫോളിയർ കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും 5 ഗ്രാമിൽ കൂടണ്ട. അങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് 10 ദിവസം കാരണം കായ് അതിൻ്റെ മേലെ ഉണ്ട്, കണ്ണി ഉണ്ട് എന്നുള്ള 10 ദിവസം ഗ്യാപ്പിൽ നമുക്ക് ഇലകളിൽ ഫോളിയർ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക രാവിലെ. അങ്ങനെ കൊടുത്തു പോയാൽ മതി. ഇനിയിപ്പോൾ MOP ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മണ്ണിൽ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൽ ഒരു 25 ദിവസമൊക്കെ കൂടുമ്പോൾ മാത്രം മണ്ണിൽ കൊടുത്താൽ മതി. രാസവളം കൊടുക്കുന്നവരെ അല്ലാത്ത അടുപ്പിച്ച് നമ്മൾ മണ്ണിൽ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ SOP MOP തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ പറഞ്ഞു. അതെങ്ങനെയാണ് ചെടികൾക്ക് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ അളവ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത് പറഞ്ഞു. ചെടികൾ ഏത് പ്രായഘട്ടങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി പലരും ചോദിക്കും ഇത് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത്. നമ്മളെ വളക്കടയിൽ തന്നെ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും SOP. അപ്പോൾ ആദ്യം നമ്മൾ കിലോൻ്റെ പാക്കറ്റൊന്നും പോയി വാങ്ങണ്ട, ചെറിയ സാഷ പാക്കറ്റൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. ഞാനൊക്കെ അങ്ങനെയാണ് വാങ്ങൽ. ആവശ്യമുള്ള ടൈമിൽ ഫോളിയർ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങനെ വാങ്ങാറുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. MOP ആണെന്നുണ്ടെങ്കിലും മ്യൂറേറ്റ് ഓഫ് പൊട്ടാസ്യം. MOP എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. പൊട്ടാസ്യം എന്ന് പറഞ്ഞാലും ഒരു രാസവളം ഈ MOP തന്നെ ആയിരിക്കും തരിക. അപ്പോൾ ഒരു ചുവപ്പ് കളറിലാണ്. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോയിൽ കാണിച്ചു തരാം, വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ വളക്കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇനിയിപ്പോൾ അങ്ങനെ തൊട്ടടുത്ത് വളക്കട ഒന്നും ഇല്ല, നമ്മളിവിടുത്തെ വളക്കടയിൽ അങ്ങനെയൊന്നും കിട്ടാറില്ല, പലരും പറയാറില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് കിട്ടുന്ന വളക്കടേൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുക. നമ്മൾ അരീക്കോടുള്ള റൂട്ട്സ് അഗ്രി സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള A to Z സാധനങ്ങൾ അവരിലുണ്ട്. അവർ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ അവരിൽ നിന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ചിട്ട് മാത്രം വാങ്ങാം. വലിയ ഒരുപാട് പാക്കറ്റ് വാങ്ങി ഇപ്പോൾ 3 ചെടിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വെറുതെ 1 കിലോ വാങ്ങി വെച്ചിട്ട് വെറുതെ വേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു കാരണവശാലും വാങ്ങി വെക്കാതിരിക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ വളങ്ങളോ കീടനാശിനികളോ വീട്ടിൽ വാങ്ങി വെക്കുക എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരു കാരണവശാലും കിട്ടാത്ത സ്ഥലത്ത് നമ്മൾ എടുത്ത് വെക്കുക. അതേപോലെ തന്നെ നല്ല വെയിലടിക്കാത്ത സ്ഥലം, അതേപോലെ മഴ കൊള്ളാത്ത സ്ഥലങ്ങളിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുക. നമ്മൾ വിചാരിക്കും കുട്ടികൾ കാണൂലല്ലോ, നമ്മളിങ്ങനെ ഒളിപ്പിച്ചേക്കാം. നമ്മൾ കാണാത്ത സ്ഥലത്ത് കുട്ടികൾ കയറി എത്തും. അപ്പോൾ അത്രക്കും ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ വളങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാൻ. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീഡിയോ കാണുന്ന ഒരു സുഹൃത്ത് തന്നെ വീട്ടിൽ ഇതേപോലെ വളം വെച്ചിട്ട് കുട്ടിയെടുത്ത് കഴിച്ച് കുറച്ച് ക്രിട്ടിക്കലൊക്കെ ആയി. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഒരിക്കലും കുട്ടികൾക്ക് കിട്ടൂല എന്നുള്ള ഉറപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രം വളങ്ങളും കീടനാശിനികളൊക്കെ വീട്ടിൽ വാങ്ങി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്